ഹായ് ഫ്രണ്ട്സ്, താനാണ് ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി എന്നൊരു ധാരണ മന്ത്രി ശ്രീ ഗണേശന് പണ്ടേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത വകുപ്പിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വയം ഒന്ന് പ്രഖ്യാപിക്കുക. മറ്റു മന്ത്രിമാർ അങ്ങനെ പ്രഖ്യാപിക്കാത്തത് അവരെല്ലാം പൊട്ടന്മാരായതുകൊണ്ടോ അവർ കഴിവില്ലാത്തതുകൊണ്ടോ അല്ല. മന്ത്രിസഭയ്ക്ക് കൂടുതലുത്തരവാദിത്വമാണ്. നയപരമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഈ അടുത്ത ദിവസം ഗണേശൻ മന്ത്രി പറഞ്ഞു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ പോവുകയാണ്. പുതിയ വണ്ടി, പുതിയ അധ്യാപകര്. അങ്ങനെ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? കുട്ടികളുടെ സ്വർഗത്തിലാണോ? എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ കാശില്ല, അപ്പോഴാ പുതിയ വണ്ടി മേടിച്ച് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നത്. പുതിയ വണ്ടിയിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാൽ 6 ദിവസം കണ്ട് പിള്ളേരെ ക്ലച്ചും ഗീർ വരെ ഇളക്കി പറഞ്ഞ് കൈതരും. അവര് പഠിക്കാൻ പറ്റുന്നവരാ, അറിയാൻ പറ്റാത്തവരാ. അതൊരു നടക്കുന്ന കാര്യമാണോ? അത് ലാഭകരമാകുമോ? അത് പ്രായോഗികമാകുമോ? എവിടെ ഇതുവരെ ചിന്തിക്കുന്നുണ്ടോ? എല്ലാവരും ഉപരി അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള സാമ്പത്തിക ശേഷി കേരള ഗവൺമെന്റ് ഉണ്ടോ? ഇല്ലേ, ഇല്ല. ഏത് കാര്യം നടപ്പാക്കുമ്പോഴും ആദ്യം ചിന്തിക്കേണ്ടത് അതിന്റെ വയബിലിറ്റി എന്ന് പറയാൻ, നടപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. വയബിലിറ്റി സ്റ്റഡി നടത്തണം, പഠിക്കണം. എന്നിട്ട് നടപ്പാക്കാൻ, പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കുമെങ്കിലേ നടപ്പാക്കാൻ പോകുന്നത് പ്രഖ്യാപിക്കാവുള്ളൂ. ഡ്രൈവിംഗ് സ്കൂളുകാർക്കും പണി കൊടുത്തു. 6 മാസത്തിനും പഴയ വണ്ടിയെല്ലാം മാറ്റിക്കോണം. നടക്കുന്ന കാര്യമാണോ? കാരണം നമുക്കറിയാം, ഡ്രൈവിംഗ് സ്കൂൾ വണ്ടി തട്ടി ഒരപകടം ഉണ്ടായിട്ടില്ല. കാരണം 2 ക്ലച്ച്, 2 ബ്രേക്ക് ഇതെല്ലാമായിട്ട് ആ അധ്യാപകൻ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഉരുട്ടി പഠിപ്പിക്കുക പിള്ളേരെ. അതിനായിട്ട് പുതിയ വണ്ടി മേടിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. എല്ലാവരും ഉപരി ആയിരക്കണക്കിന് യുവതി യുവാക്കന്മാർക്ക് ജോലി നൽകുന്ന ഒരു മേഖലയാണ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ അവരെല്ലാം സമരത്തിലാണ്. ഇങ്ങനെ പുതിയ വണ്ടി മേടിച്ചവർ നടത്താൻ പറ്റും? ഒരിക്കലും പറ്റുകയില്ല. വലിയ നഷ്ടമുണ്ടാകും അവർക്ക്. കാരണം അതിന് മാത്രം ഫീസ് ഒന്നും അവർ മേടിക്കുന്നില്ല. അവരാ മേഖല വിട്ടുപോകാൻ മറ്റു കാരണങ്ങൾ വേണ്ട. അങ്ങനെ ആ ഗതാഗത മേഖലയെ ആകപ്പാടെ തകിടം മറിക്കുന്ന, കുഴപ്പത്തിലാക്കുന്ന നടപടികളാണ് ശ്രീ ഗണേശൻ മന്ത്രി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉപരി മന്ത്രിസഭയുടെ നയങ്ങൾ നടപ്പാക്കുകയാണ് ഓരോ മന്ത്രിയുടെയും കർത്തവ്യം. തന്റെ കഴിവെന്ന് ദൃഢമാക്കുക എന്നുള്ളതല്ല. അതോടൊപ്പം തന്നെ ആ യൂണിയൻകാര് അവരെയൊക്കെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരെയും പിണക്കൊണ്ട് അധികാരി ഈ വകുപ്പിൽ ഇരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ശേഷം ഭാഗം കാത്തിരുന്ന് കാണാം.